തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ വിസിറ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ്, അതായത് മോദി മന്ത്രിസഭയിലെ ജയശങ്കറിൻ്റെ മന്ത്രിയായിരിക്കുന്ന ആ വകുപ്പ് അമേരിക്കൻ വിസിറ്റ് ഡിനൈ ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാരണങ്ങൾ ചില ഇന്ത്യൻ മീഡിയകൾ പറയുന്നു. അതായത് ടൈംസ് ഓഫ് ഇന്ത്യ മോദിയെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുകയും മോദിക്ക് അനുകൂലമായിട്ട് വാർത്തയും കൊടുക്കുന്ന ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് രേവന്ത് റെഡ്ഡിയും JD വാൻസുമായിട്ടുള്ള മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റും ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായ തെലുങ്കാനയുടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗ്, അതേപോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനുമായിട്ടുള്ള മീറ്റിംഗ്. അതവിടെ നിൽക്കട്ടെ. ആദ്യത്തെ ചോദ്യം, സെർജിയോ ഗോർ അമേരിക്കയുടെ ഇന്ത്യയിലെ അംബാസഡറും സൗത്ത് ഈസ്റ്റ് ഏഷ്യ എൻവോയ്, അതാണ് ആ പോസ്റ്റാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. പാകിസ്ഥാനും അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ്, ശ്രീലങ്ക, അതേപോലെ തന്നെ മോൾഡീവ്സ്, അഫ്ഗാനിസ്ഥാൻ, ഈ പറയുന്ന പല രാജ്യങ്ങളിലെ എൻവോയിയാണ്. ചില അറബ് രാജ്യങ്ങളുടെ സ്പെഷ്യൽ എൻവോയിയാണ് ഈ സെർജിയോ ഗോർ. പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും അടുത്തയാൾ, ട്രംപിൻ്റെ വലം കൈ എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത്. അയാൾ ഇന്ത്യയിൽ പണി തുടങ്ങി, കൃത്യമായിട്ടങ്ങ് പണി തുടങ്ങി. അതിൻ്റെ ചില ലക്ഷണങ്ങളും സൂചനകളും വന്നു തുടങ്ങി. സെർജിയോ ഗോറിനെ കാണുന്നു ഹൈദരാബാദിൽ വെച്ച് കാണുന്നു തെലങ്കാന മുഖ്യമന്ത്രിയെ. അടുത്ത ആഴ്ച തെലങ്കാന മുഖ്യമന്ത്രി അനൗൺസ് ചെയ്യുകയാണ് UK അമേരിക്ക ട്രിപ്പ് പോവുകയാണ്. അമേരിക്കയിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ, അതേപോലെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരെയെല്ലാം ഇന്ത്യയിൽ കൊണ്ടുവരിക. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, വളരെ ക്രൂഷ്യലായിട്ടുള്ള വിഷയം. ഈ പറയുന്ന തെലങ്കാന മുഖ്യമന്ത്രി കഴിഞ്ഞ ഡിസംബറിൽ ഉണ്ടായ സംഭവമാണ്. ഹൈദരാബാദിലെ ഫൈനാൻഷ്യൽ സ്ട്രീറ്റ്, അതായത് ബിസിനസ് സ്ട്രീറ്റ്, അതിൻ്റെ പേരങ്ങ് മാറ്റി. ആ റോഡിൻ്റെ, ഉറപ്പായിട്ടും അമേരിക്കൻ കോൺസുലേറ്റുള്ള ആ റോഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പേര് മാറ്റി ഡൊണാൾഡ് ട്രംപ് അവന്യൂ എന്നാക്കി. ഡൊണാൾഡ് ട്രംപ് റോഡാക്കി, ആ സ്ഥലത്തെ ഡൊണാൾഡ് ട്രംപ് അവന്യൂ എന്നാക്കി. ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. മനസ്സിലാക്കേണ്ട സംഭവങ്ങളുടെ പിച്ച് എങ്ങനെയാണ് മാറിയത്. അപ്പം ഇദ്ദേഹം, അതായത് രേവന്ത് റെഡ്ഡിയുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് H1B വിസയുമായി ബന്ധപ്പെട്ട് തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പോകുന്ന കുട്ടികൾക്ക് റിലാക്സേഷൻ വേണം. ഇത് ഏകദേശം അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം അതും കൂടെയുണ്ട് ഇതിൻ്റെ പിന്നാമ്പുറത്ത്, ബാക്ക് ഡോർ ടോക്സിൽ ഇതും കൂടെ നടക്കുന്നുണ്ട് എന്നാണ് ചില ആൾക്കാർ, റിപ്പബ്ലിക്കൻ പാർട്ടി ആൾക്കാർ പറയുന്നത്. അപ്പം അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങി സംഭവം. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെയും കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്തിട്ട് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ്, സദേൺ ഇന്ത്യയുടെ സ്റ്റേറ്റായ തെലങ്കാന മുഖ്യമന്ത്രിക്ക് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പ്രാധാന്യം കൊടുക്കുന്നു. മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് ഉണ്ട്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്ററും മറ്റുള്ള പല നേതാക്കന്മാരും ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ ഒഫീഷ്യൽസിനും അമേരിക്കയുടെ ചില നേതാക്കന്മാരെ, അവിടുത്തെ ഒഫീഷ്യൽസിനെ, ഇൻക്ലൂഡിങ് ഡൊണാൾഡ് ട്രംപിനെയും മാർക്ക് റൂബിയോയെയും JD വാൻസിനെയും കാണാൻ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നില്ല. ആ സന്ദർഭത്തിലാണ് ഈ പറയുന്ന രേവന്ത് റെഡ്ഡിക്ക് അമേരിക്കയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അത് ചിലപ്പോൾ ട്രംപ് വരെ അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം ട്രംപും രേവന്ത് റെഡ്ഡി ഇരിക്കുന്ന ഒരു മീറ്റിംഗ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എത്രമാത്രമായിരിക്കും മോദിക്കും BJPക്കും ക്ഷീണമുണ്ടാകാൻ പോകുന്നത്. ചിലപ്പോൾ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഒരു ചായ് പങ്ക് കാണിക്കുകയാണ്. അതായത് തെലങ്കാനയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്നുള്ള കുട്ടികൾക്ക് H1B ചില സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിന് അങ്ങ് ഇളവ് കൊടുക്കുക. മോദിയുടെ വെടി തീർന്നു പോവും. പിന്നെ എന്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടിരുന്ന് എന്ത് പ്രയോജനമാണ്? അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് MEA ഇടപെട്ടിട്ട് രേവന്ത് റെഡ്ഡിയുടെ വിസ പെർമിഷൻ, അതായത് അമേരിക്കൻ വിസിറ്റ് ഡിനൈ ചെയ്തത്. പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ചോദ്യം ചോദിക്കാം, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിക്ക് അമേരിക്കയുടെ JD വാൻസിനെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പവർ ഉണ്ട്. അതിന് യാതൊരു തടസ്സവുമില്ല.
അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും മൗനമായി. എല്ലാ പ്രോട്ടോക്കോളും തെറ്റിച്ചിട്ട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇയാളെ റെഡ് കാർപ്പറ്റ് വെൽക്കം അങ്ങ് കൊടുക്കും. എങ്ങനെയാണ് ഹസിൻ മുനീറിന് വെൽക്കം കൊടുത്ത അങ്ങ് കൊടുക്കും. ഇതെല്ലാം ഗ്ലോബൽ മീഡിയയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ 56 ഇഞ്ച് പ്രധാനമന്ത്രി ചുരുണ്ടുകൂടി മൂലയ്ക്കായി പോകും. ആലോചിച്ച് നോക്കി, എന്തൊരു എംബാരസ്മെൻ്റ് ആണ് ഇത് വരാൻ പോകുന്നത്. ആ എംബാരസ്മെൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് രേവന്ത് റെഡ്ഡിക്ക് അതായത് അദ്ദേഹത്തിന് പെർമിഷൻ ഡിനൈ ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ 1 മാസം മുമ്പാണ് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അദ്ദേഹം അമേരിക്കയിൽ പോയത്. അതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതായത് ഗെയിം മാറുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. ഇന്ത്യയുടെ പൊളിറ്റിക്സ്, CJPയുടെ മാർച്ച്, അതേപോലെ മോദിക്കെതിരെയുള്ള ജനാഭിപ്രായം, ഇത് കംപ്ലീറ്റ് ഗെയിം ചേഞ്ചറാണ്. ഇന്ത്യയിലെ പൊളിറ്റിക്സ് മാറ്റർ ചെയ്യും. മോദിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മാറ്റർ ചെയ്യും. ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെ അടി കൊടുക്കുകയോ ഓടിക്കുകയോ അത് മാറ്റർ ചെയ്യും. ഈ സന്ദർഭത്തിലാണ് RSSൻ്റെ ചീഫ് അങ്ങോട്ട് ചെല്ലുന്നത്. ഇതെല്ലാം മാറ്റർ ചെയ്യും. മോദിക്കും വളരെ കൃത്യമായിട്ട് പിടികിട്ടി. അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ മോദിയെ ഒതുക്കാൻ പോവുകയാണ് ഗ്ലോബലി. ഉറപ്പായിട്ടും UN അസംബ്ലിയുടെ പ്രസംഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ഉറപ്പായിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ അദ്ദേഹം ശ്രമിക്കും. അപ്പോയിൻമെൻ്റ് പോലും കിട്ടിയോ നമ്മൾക്കറിയില്ല. അത് വല്ലാത്ത രീതിയിലാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് അമേരിക്കൻ പൊളിറ്റിക്സുമായിട്ടും അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്സുമായിട്ട് ഇപ്പോൾ വ്യത്യസ്തമായ രീതിയാണ്. ഗെയിം ചേഞ്ച് ആവുകയാണ്. അതേപോലെ സെർജിയോ ഗോർ ഇന്ത്യയിലെ പല BJP ഭരിക്കാത്ത സ്റ്റേറ്റുകളിൽ പോയിട്ട് അവരുടെ മുഖ്യമന്ത്രിമാരെ കാണുകയാണ്. ഇൻക്ലൂഡിങ് നിങ്ങൾ കണ്ടു കാണും, VD സതീശിനെ കാണുന്നു, DK ശിവകുമാറിനെ കാണുന്നു, അതേപോലെ തന്നെ ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ കാണുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കാണുന്നു, ഇൻക്ലൂഡിങ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ കാണുന്നു. അതായത് മോദിയോടുള്ള പ്രേമവും ആ കെട്ടിപ്പിടുത്തവും ഒക്കെ അങ്ങ് പോയി. ഈ ഒരു സന്ദർഭത്തിലാണ് രേവന്ത് റെഡ്ഡിയുടെ ഇഷ്യൂ അങ്ങോട്ട് കയറി വരുന്നത്. അതായത് മനസ്സിലാക്കുക, ഇപ്പം മോദിയുടെ ആ ക്ലച്ചസ് ഉണ്ടല്ലോ, അമേരിക്കയുമായിട്ടുള്ള ഒരു ഗുജറാത്തി ബന്ധവും ഈ സംഭവങ്ങളെല്ലാം ഇല്ലാതായി. ഇതിൻ്റെ തുടക്കമാണ് നമ്മൾ ഈ കാണുന്നത്. അതേപോലെ തന്നെ മോദിയുടെ ഏറ്റവും വലിയ ഡിമാൻഡാണ് ഇല്ലീഗലായിട്ട് അവിടെ കയറി വന്നിരിക്കുന്ന ഗുജറാത്തികളുടെ പലരുടെയും H1B വിസയിലാണ് വന്നിരിക്കുന്നത്. പല സ്കിൽഡ് അല്ലാത്ത ഇല്ലീഗലായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അവിടെയുള്ള മോട്ടൽസിൽ ജോലി ചെയ്യുന്നത് ഈ പറയുന്ന ഈ കള്ള വിസയിൽ അവിടെ വന്നവരാണ്. ഇപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ്. അമേരിക്ക ഓൾറെഡി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞു. ഏകദേശം 1.25 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. അതിൽ 75,000 പേരെന്ന് പറയുന്ന ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. അവരെ പാക്ക് ചെയ്യാൻ ഈ സന്ദർഭമാണ്. ഇതാണ് ഉരുത്തിരിയുന്ന സംഭവം. ആരും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത സംഭവം. അവിടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റായ ആന്ധ്രയെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ആന്ധ്രയിലോട്ട് വരുത്താം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലോട്ട് വരുത്താം, പക്ഷെ മോദിയുടെ പരിപാടിയിലോട്ട് വേണ്ട. ഇതാണ് തീരുമാനം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം, ഈ യോഗിയുടെ ഗ്രേറ്റർ നോയിഡ അവിടെ വലിയ അമേരിക്കൻ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയതാണ്. അതെല്ലാം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം ഇനി തമിഴ്നാട്ടിലോട്ട് പോകുമോ അല്ലെങ്കിൽ ആന്ധ്രയിലോട്ട് പോകുമോ എന്നുള്ളതാണ് വിഷയം. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, മോദിയും ട്രംപും തമ്മിൽ ബന്ധം വളരെ മോശമാണ്. ട്രംപ് മോദിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതിൻ്റെ പേരിലാണ് ഓരോ താരിഫും അഡീഷണൽ താരിഫും കയറി വരുന്നത്. ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ പുതിയ ടാരിഫിൻ്റെ നിർദ്ദേശം വന്നു. 60ഓളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബാങ്കിങ് തന്നെ അവർ ഫ്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യയുടെ കാര്യത്തിൽ വന്നു 100%, 200% ടാരിഫ് അവിടുന്ന് ഓയിൽ മേടിക്കുകയാണെങ്കിൽ. ഒരു കാരണവശാലും ഞാൻ നിങ്ങളോട് പറയാം, ഇവിടുത്തെയുള്ള യൂട്യൂബ് സാറ്റലൈറ്റ് ചാനൽ പറയുന്ന പോലെ ഞാൻ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറയാം, ഇതിനെ ഒന്നും ബ്രേക്ക് ചെയ്യാൻ ഇന്ത്യയെ കൊണ്ട് പറ്റില്ല. ഇത് വേണ്ട എന്ന് പറഞ്ഞ അമേരിക്കൻ താക്കീതിനെ ഇന്ത്യ തള്ളിക്കളഞ്ഞാൽ ഇന്ത്യ അനുഭവിക്കുന്ന മോദിക്കും അറിയാം, ഇന്ത്യക്കാർക്കും അറിയാം. യൂട്യൂബേഴ്സ് ചുമ്മാ അടിച്ചുവിടുന്ന കണ്ടന്റ് എന്ന് മാത്രമേ ഉള്ളൂ, നരേറ്റീവ്സ് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അമേരിക്ക പിണങ്ങിയാൽ ഇതൊന്നും അല്ല ഇന്ത്യയുടെ സ്ഥിതി. കഴിഞ്ഞ 1.5 വർഷം കൊണ്ടുണ്ടായ പ്രശ്നമാണ് ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ് കുത്തിയങ്ങ് കയറി. അതാണ് CJPയിൽ വന്ന് നിൽക്കുന്നത്. അത് ഏകദേശം 8 കോടിയോളം ചെറുപ്പക്കാർക്ക് ഇന്ത്യ അവർ ജോലി ചെയ്യുന്നുമില്ല, പഠിക്കുന്നുമില്ല, ആ സ്ഥിതിയിലായി മാറി.
അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അമേരിക്കയുടെ ഏത് നിർദ്ദേശവും ഒരു നിർദ്ദേശവും ഇന്ത്യ തള്ളിക്കളയത്തില്ല. വല്ലാത്ത സ്ഥിതിയിലോട്ടാണ് ഇത് പോകുന്നത്. അതുതന്നെയാണ് രേവന്ത് റെഡ്ഡിയുടെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്സിലും ഗ്ലോബൽ പൊളിറ്റിക്സിലും ഒരു മോദിക്ക് ചലഞ്ചായിട്ട് മറ്റൊരു ഭരണകർത്താവിനെ കൊണ്ടുവരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ. അതാണ് രാഹുൽ ഗാന്ധി സെർജിയോ ഗോർ പല ആവർത്തിയാണ് മീറ്റ് ചെയ്തിരിക്കുന്നത്. പിച്ചുകൾ മാറാൻ സെർജിയോ ഗോർ എന്ന് പറയുന്ന വളരെ നല്ല രീതി ഗെയിം കളിക്കാൻ അറിയുന്ന ഒരാളാണ്. അയാൾ ചെറിയ ഗെയിമറൊന്നുമല്ല അയാൾ. എലോൺ മസ്കിനെ വൈറ്റ് ഹൗസിൽ നിന്ന് എടുത്ത് പുറത്ത് ചാടിച്ച ആള്. അപ്പോൾ ആ ഗെയിം അറിയാവുന്ന ഗോറിന് മോദിയെ ഒതുക്കാനൊന്നും വലിയ സംഭവമൊന്നുമില്ല. കാരണം ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് സെർജിയോ ഗോർ. ആ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി, അതായത് മോദിയെ ഒതുക്കുക. അതിൻ്റെ ഗെയിം പ്ലാനാണ് ഈ രേവന്ത് റെഡ്ഡി എപ്പിസോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രീ പ്ലാനാണ് ഓരോ സംഭവങ്ങളും നമ്മൾ മുന്നിൽ കാണുന്നത്. ഏതായാലും ഈ രേവന്ത് റെഡ്ഡിയുടെ ഇഷ്യൂ ഇന്ത്യയിൽ ഫർദർ എസ്കലേറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രേവന്ത് റെഡ്ഡി BJPക്കെതിരെയാണ്, മോദിക്കെതിരെയാണ്, പ്രത്യേകിച്ച് ഗുജറാത്തിനെതിരെയാണ്. അതായത് ഗുജറാത്ത് വേഴ്സസ് സൗത്ത് ഇന്ത്യ എന്നുള്ള ഗുജറാത്ത് വേഴ്സസ് റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുകയാണ്. കാരണം മോദിയും അമിത്ഷായും ബാക്കിയുള്ളവരെല്ലാം ഗുജറാത്തുകാരാണ്. അവർ മറ്റുള്ള ഇന്ത്യക്കാരെ ബുൾഡോസ് ചെയ്യുന്നു. ഈ രീതിയിലാണ് രേവന്ത് റെഡ്ഡി പിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എത്രമാത്രം മുന്നോട്ട് പോകും തോറും മോദിക്ക് തന്നെയാണ് അടി കിട്ടാൻ പോകുന്നത്.